+1 എക്കണോമിക്സ് പാർട്ട് 1 സ്വതന്ത്ര ലഭ്യതക്കാലത്തെ ഇന്ത്യൻ സമ്പദ്ഘടന. കോളനി വാഴ്ചക്കാലത്തെ താണനിലവാരത്തിലുള്ള സാമ്പത്തിക വികസനം. ആൻസർ: ബ്രിട്ടീഷുകാരുടെ വരവിനു മുമ്പ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയും സംസ്കാരവും രാഷ്ട്രീയവും വളരെ സമ്പന്നമായിരുന്നു. ഇന്ത്യ ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥ ആയിരുന്നെങ്കിലും ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ലോകവ്യാപകമായി കീഴടക്കിയവയായിരുന്നു. ഇന്ത്യൻ തുണി വ്യവസ്ഥയും കരകൗശല വ്യവസ്ഥയും ലോകപ്രശസ്തമായിരുന്നു. ധാക്കയിലെ മസ്ലിൻ തുണി, ബംഗാളിലെ കാലിക്കറ്റ് തുണി, ബനാറസ് സാരികൾ, കാശ്മീരി ഷാളുകൾ, മറ്റും കോട്ടൺ തുണിത്തരങ്ങൾ എന്നിവ വ്യാവസായിക യുഗത്തിനു മുമ്പ് ലോകമെമ്പാടും ഗതി നേടിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ വരവ് ഇന്ത്യയെ പിന്നോക്കാവസ്ഥയിലേക്ക് തള്ളി. കോളനി വാഴ്ച ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കുള്ള സാമ്പത്തിക ഒഴുക്കിനെയും ഇന്ത്യൻ കാർഷിക വ്യവസായ മേഖലകളുടെ നാശത്തിനും കാരണമായി. ബ്രിട്ടനിൽ വളർന്നു വരുന്ന വ്യവസായ ശാഖകളെ പരിപോഷിപ്പിക്കാനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ സംഭരണ ശൈലിയും അവിടുത്തെ വ്യവസായ ശാഖകളിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത സംസ്കൃത വസ്തുക്കളുടെയും വിപണിയും ഇന്ത്യയെ അവർ കരുതി. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയെ ഒരു കോളനിയൽ സമ്പദ് വ്യവസ്ഥയാക്കി രൂപാന്തരപ്പെടുത്തി. കാർഷിക മേഖല ഒരു കാർഷിക സമ്പദ് വ്യവസ്ഥയായിരുന്നു ഇന്ത്യ. കോളനി വാഴ്ചക്കാലത്തും അങ്ങനെ തന്നെ തുടർന്നു. അടുത്ത ക്വസ്റ്റ്യൻ: കാർഷിക മേഖലയിലെ സമ്പന്നാവസ്ഥ പ്രകടമായത് എന്തൊക്കെ രൂപങ്ങളിൽ ആണെന്ന് നോക്കാം. കുറഞ്ഞ ഉൽപാദനക്ഷമത. ശക്തമായ ഒരു പുരോഗതി ഒരു വിളയുടെ കാര്യത്തിലും ഉണ്ടായില്ല. മുമ്പ് ഒരു ഹെക്ടറിൽ നിന്നും കിട്ടിയ വിളവ് ഏതാണ്ട് അതേപടി തുടർന്നു. ആളോഹരി ഉൽപാദനത്തിലുള്ള തളർച്ച. കൃഷിയെ ആശ്രയിച്ചു ജീവിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. അതിനനുസരിച്ച് ഉൽപാദനത്തിൽ പുരോഗതി ഉണ്ടായില്ല. ഉയർന്ന കടബാധ്യത. വർദ്ധിച്ച നികുതികളും കാർഷികോൽപ്പന്നങ്ങളും ലഭിച്ച തുച്ഛമായ വിലയും കർഷകരെ ഭീമമായ തുക കടം വാങ്ങാൻ നിർബന്ധരാക്കി. അതുവഴി അവർ കടബാധിതരായി. ആത്മഹത്യകൾ വർദ്ധിച്ചു വന്ന കടബാധ്യതകൾ കർഷകരെ ആത്മഹത്യയിലേക്ക് നയിച്ചു. കർഷകരുടെയും ദുരഹത്യരായ തൊഴിലാളികളുടെയും ഇടയിൽ ദാരിദ്ര്യം. ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭൂവ്യവസ്ഥകൾ ഇതെല്ലാം കാർഷിക സ്തംഭനാവസ്ഥക്ക് കാരണമാക്കി. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഭൂനികുതി സമ്പ്രദായം. ആൻസർ: സെമീന്ദാരി സമ്പ്രദായം, റൈറ്റ്ബാരി സമ്പ്രദായം, മഹൽവാരി സമ്പ്രദായം. വ്യവസായ മേഖല. സെമീന്ദാർ സമ്പ്രദായം. ഈ സമ്പ്രദായം അനുസരിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സെമീന്ദാർമാർക്കായിരുന്നു. ഈ പ്രദേശത്തെ കർഷകരിൽ നിന്നും പാട്ടം പിടിക്കാനുള്ള അവകാശം അവർക്ക് ലഭിച്ചു. റൈറ്റ്ബാരി സമ്പ്രദായം അനുസരിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കർഷകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. ബ്രിട്ടീഷ് ഗവൺമെൻറ് കർഷകരിൽ നിന്നും ഭൂനികുതി നേരിട്ട് പിരിച്ചു. അടുത്തത് മഹൽവാരി സമ്പ്രദായം. ഭൂമിയുടെ പല മഹല്ലുകൾ ആക്കി തിരിച്ചു. ഒന്നോ അതിൽ കൂടുതലോ ഗ്രാമങ്ങൾ ചേർന്നതാണ് ഓരോ മഹല്ലും. ഇവരുടെ ഉടമസ്ഥാവകാശം കർഷകർക്കായിരുന്നു. നികുതി പിരിക്കേണ്ട ഉത്തരവാദിത്തം ഗ്രാമീണ സമിതികൾക്കുള്ളതായിരുന്നു. വ്യവസായിക മേഖല. ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയിലെ കാർഷിക മേഖലയുടെ മാത്രമല്ല വ്യവസായ മേഖലയും സമ്പന്നാവസ്ഥയിലേക്കും കാരണമാക്കി. അടുത്ത ചോദ്യം: കോളനി ഭരണം വ്യവസായ മേഖലയിൽ ഏൽപ്പിച്ച ആഘാതങ്ങൾ താഴെ പറയുന്നു. അതായത് ഇങ്ങനെയും ചോദിക്കാം: വ്യവസായ മേഖലയിൽ ഉണ്ടായ പ്രത്യാഘാതം. ബ്രിട്ടീഷ് ഭരണകാലത്തെ കരകൗശല വ്യവസായങ്ങളുടെയും തകർച്ച വ്യാപകമായി തൊഴിലില്ലായ്മക്കും കാരണമായി. കോളനി ഭരണം വ്യവസായ മേഖലയിൽ ഏൽപ്പിച്ച ആഘാതങ്ങൾ താഴെ പറയുന്നു. അതായത് വ്യവസായ മേഖലയിൽ ഉണ്ടായ പ്രത്യാഘാതം. ആൻസർ: ബ്രിട്ടീഷ് ഭരണകാലത്തെ കരകൗശല വ്യവസായങ്ങളും തകർച്ച വ്യാപകമായി തൊഴിലില്ലായ്മക്കും കാരണമായി. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ മനുഷ്യനിർമ്മിതമായ ഉൽപ്പന്നങ്ങളെക്കാൾ കുറഞ്ഞ വിലക്ക് ലഭിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ രണ്ടാം പകുതിയോടെയാണ് ആധുനിക വ്യവസായങ്ങൾ ഇന്ത്യയിൽ വേരുപിടിച്ചു തുടങ്ങിയത്. അതിൻ്റെ വളർച്ച മന്ദഗതിയിലായിരുന്നു. ആരംഭഘട്ടത്തിൽ പരുത്തി ചാണമില്ലുകളാണ് സ്ഥാപിച്ചത്. പിന്നീട് പരുത്തി ചാണ വ്യവസായങ്ങൾ ഇന്ത്യൻ വ്യവസായ മേഖലയിൽ ആധിപത്യം ഉറപ്പിച്ചു.
20-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ഇരുമ്പുരുക്ക് വ്യവസായം ആരംഭിച്ചത്. 1907 പ്രവർത്തനം ആരംഭിച്ച ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇന്ത്യയിൽ വ്യവസായ വികസനത്തിലെ പ്രധാന നാഴികക്കല്ലായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കാലഘട്ടത്തിൽ പഞ്ചസാര, സിമന്റ്, പെപ്പർ തുടങ്ങിയ മറ്റ് വ്യവസായങ്ങളും വളർന്നു വന്നു. മൂലധന ഉൽപ്പന്നങ്ങളുടെ വ്യവസായം തുടർന്നു. ഇന്ത്യൻ വ്യവസായ മേഖല GDPക്കു നൽകുന്ന സംഭാവന തുടർന്നു. വിദേശ വ്യാപാരം. പുരാതന കാലം മുതൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ ദേശമായിരുന്നു. കോളനി വാഴ്ച കാലത്തെ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വൻതോതിൽ കയറ്റുമതി മിച്ചം ഉളവാക്കാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ വിദേശ വ്യാപാരം മിച്ചമുണ്ടാക്കിയെങ്കിലും ഇന്ത്യക്ക് സ്വർണം, വെള്ളി എന്നിവയുടെ ഒഴുക്ക് ഉണ്ടായില്ല. ഈ കയറ്റുമതി മിച്ചം കോളനിയൽ ഗവൺമെൻറ് ഓഫീസ് ചെലവുകൾക്കും ശമ്പളത്തിനുമായി ഉപയോഗിച്ചു. ബ്രിട്ടീഷുകാർ നടത്തിയ യുദ്ധത്തിൽ ചെലവുകൾ ഈ കയറ്റുമതി മിച്ചം പ്രയോജനപ്പെടുത്തി. പ്രത്യക്ഷോൽപ്പന്നങ്ങളല്ലാത്തവയുടെ ഇറക്കുമതിയുടെ മിച്ചം ഉപയോഗിച്ചു. ജനസംഖ്യാ സ്ഥിതി. ആദ്യമായി ഔദ്യോഗിക സെൻസസ് നടന്നത് 1881 ആണ്. ഇന്ത്യയിൽ സെൻസസ് നടത്തിയത് 10 വർഷം കൂടുമ്പോഴാണ്. ജനസംഖ്യാ പരിവർത്തന സിദ്ധാന്തം. ഈ സിദ്ധാന്തമനുസരിച്ച് ഓരോ രാജ്യവും ജനസംഖ്യ വളർച്ചയുടെ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. 1-ാം ഘട്ടം. ഈ കാലഘട്ടത്തിൽ ജനന നിരക്കും മരണനിരക്കും വളരെ കൂടുതലാണ്. അതിനാൽ ജനസംഖ്യ വളർച്ചാ നിരക്ക് വളരെ കുറവായിരിക്കും. 2-ാം ഘട്ടം. ഇവിടെ ജനന നിരക്ക് വളരെ കൂടുതലാണ്. ആരോഗ്യ മേഖലകളുടെ പുരോഗതിയു മൂലം മരണനിരക്ക് കുറയുന്നു. 3-ാം ഘട്ടം. ഈ ഘട്ടത്തിൽ ജനന നിരക്കും മരണനിരക്കും കുറവായിരിക്കും. അതിനാൽ ജനസംഖ്യ വളർച്ചാ നിരക്കും വളരെ കുറവായിരിക്കും. ഇന്ത്യയിൽ നടത്തിയ സെൻസസുകളിൽ അടിസ്ഥാനത്തിൽ വെളിപ്പെട്ട ചില വസ്തുക്കൾ ചുവടെ കൊടുത്തിരിക്കുന്നു. മൊത്തത്തിലുള്ള സാക്ഷരത നിരക്ക് 16% താഴെ ആയിരുന്നു. പൊതുജനാരോഗ്യ സൗകര്യങ്ങൾ നല്ലൊരു വിഭാഗം ജനങ്ങൾക്കും ലഭ്യമായിരുന്നില്ല. ശിശുമരണ നിരക്ക് 1218 എന്ന നിരക്കിലായിരുന്നു ഇപ്പോഴത്തെ ശിശു മരണ നിരക്ക്. 1063 എന്നാണ് ഇപ്പോഴത്തെ നിരക്ക് എന്നോർക്കുക. ആയുർദൈർഘ്യം ഇന്ന് അത് 63 വയസ്സ് എന്നാർക്കുന്നു. വ്യാപകമായ ദാരിദ്ര്യം ഒരു സാധാരണ പ്രതിഭാസമായിരുന്നു ഇന്ത്യയിൽ. തൊഴിൽ ഘടന. കൃഷി, വ്യവസായം, സേവനം. കൊളോണിയൽ കാലഘട്ടത്തെ തൊഴിൽ ഘടനയുടെ പ്രത്യേകതകൾ താഴെ പറയുന്നു. തൊഴിൽ ശക്തിയുടെ കൂടുതൽ പങ്കും കാർഷിക മേഖലയായിരുന്നു. അതായത് തൊഴിൽ ശക്തിയുടെ 70 മുതൽ 75% ഈ മേഖലയിലായിരുന്നു. നിർമ്മാണ മേഖലയിൽ തൊഴിൽ ചെയ്തിരുന്നത് വെറും 10%. തൊഴിൽ ശക്തിയുടെ 15% മുതൽ 20% വരെ ആളുകളും സേവന മേഖലയിൽ ജോലി ചെയ്തിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ. എന്തൊക്കെ മാറ്റങ്ങളാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഉണ്ടാക്കിയത്? ബ്രിട്ടീഷ് ഭരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവന അടിസ്ഥാന സൗകര്യങ്ങളും വികസനവുമാണ്. അടിസ്ഥാന വികസനത്തിനു പിന്നിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന ലക്ഷ്യം ഇവിടത്തെ ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ലഭിക്കുക എന്നതായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ വിവിധങ്ങളായ കോളനി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1850-ലാണ്. റെയിൽ ഗതാഗതം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് താഴെ പറയുന്ന സംഭാവനകൾ നൽകി. കോളനി വാഴ്ച കാലത്ത് 1837 തപാൽ സേവനങ്ങളും ആരംഭിച്ചു. ഇക്കാലത്തു തന്നെ ടെലിഗ്രാഫ് സർവീസുകൾക്കും തുടക്കം കുറിച്ചു. 1932 ടാറ്റ എയർ ലൈൻസിൻ്റെ ഇന്ത്യയിൽ വ്യോമഗതാഗതത്തിന് തുടക്കമിട്ടു. ആഭ്യന്തര വ്യാപാരവും കടൽ ഗതാഗതവും വികസിതമായി. കമ്പി തപാൽ വികസിതമായി. 1837 തുറമുഖങ്ങൾ വികസിതമായി. Thank you for watching. Please subscribe and support.